ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. ഒഴിച്ചുകറി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മോര് കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മോര് കറി എന്ന് പറയും. ഇത് തേങ്ങ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണത്. അപ്പം നമുക്ക് മോര് കറി അല്ലെങ്കിൽ മോര് കാച്ചിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒബ്വിയസ്ലി ഞാൻ 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. 2 കപ്പ് തൈര്. ഞാനിത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തൈര് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ഇടാം കേട്ടോ. പിന്നെ വേണ്ടത് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് ഒരു സവാള. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, 4-5 പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് അത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില വേണം. പിന്നെ പൊടീസ് ജസ്റ്റ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ കായപ്പൊടി ജസ്റ്റ് ഒരു പിഞ്ച്. പിന്നെ ഉലുവ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. അത് ഉലുവ ജസ്റ്റ് താളിക്കുമ്പോൾ ഇടുന്നതാണ്. അപ്പോൾ ഉലുവ അതിലിട്ടിട്ട് താളിക്കുമ്പോൾ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ബിറ്റർ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊടിച്ചാണ് ഇടുന്നത്. പിന്നെ താളിക്കാനായിട്ട് കടുകും പിന്നെ നമ്മുടെ ഉണങ്ങിയ മുളകും വേണം. പിന്നെ ഉപ്പും ഓയിലും എന്തായാലും വേണം. അത് ഞാൻ ഇതിലിപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാമല്ലേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം കേട്ടോ, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തൈര് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമേ മോരുകറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ തണുത്ത തൈരാണെങ്കിൽ നമ്മൾ പാനിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് തൈര് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ തൈര് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ഇതെടുക്കട്ടെ. നമുക്ക് ഇതിൽ തൈരിൽ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കുമ്പോൾ നമുക്ക് നല്ല മോര് പരുവത്തിലായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മോര് കാച്ചിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഒരു പാൻ വെക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ്. 5 മിനിറ്റ്സ് മതി. ഇതും ഒരു തോരനും ഉണ്ടെങ്കിൽ പിന്നെ അച്ചാറും പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് സോട്ടായി വരും. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സവാള വാടി വരും. നിങ്ങൾ പിന്നെ പുളി ഇല്ലാത്ത തൈരാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മോരിന് കുറച്ചും കൂടി ഒരു പുളി കിട്ടും. അതൊരു ടിപ്പാണ് കേട്ടോ. ഇതായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറി ലീവ്സ് ഇടാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക.
കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തൈര്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല മോര്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഇതാക്കുക. ഇപ്പോൾ ഇത് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്, കളറും വന്നിട്ടുണ്ട്. ക്യാമറയിൽ എത്ര വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യണം. ഇനി നമുക്കിത് താളിച്ചൊഴിക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു ചെറിയ പാൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. അത് നമുക്ക് താളിച്ചൊഴിക്കേ വേണ്ടു മോരുകറിയിലേക്ക്. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടുക. പിന്നെ നമ്മുടെ ഉണക്കമുളക്, ഉലുവ പൊടിച്ചത്, ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മോരുകറിയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു മോരുകറി ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് താളിച്ചൊഴിച്ചത് ഒഴിക്കാം. ഇത് നല്ല ഈസിയല്ലേ, എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ.